മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ലാസർ അച്ഛൻ, എൻ്റെ പ്രിയ സ്നേഹിതനും കൂടെ ആയിരിക്കുന്ന അജിയച്ഛൻ, പ്രിയപ്പെട്ട രായ്ച്ചാൻ, UCP പ്രെയർ മീറ്റിങ്ങിലെ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ ഇപ്രകാരം നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഈ സമയത്ത് മനസ്സിൽ തോന്നുന്നത്. ഇവിടെ പ്രെയർ മീറ്റിംഗ് ആരംഭിച്ച ആ നാളുകളിൽ അന്നു മുതൽ പ്രത്യേകിച്ച് എൻ്റെ അഡ്മിഷനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഞാൻ മാറി നിന്ന സമയം വരെയും പ്രിയപ്പെട്ട രായ്ച്ചാനോട് ചേർന്ന് ഇവിടെ പ്രവർത്തിച്ചത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. അന്ന് എൻ്റെ സ്നേഹിതൻ അനിൽ എന്ന് പറയുന്ന സ്നേഹിതൻ, ഐരാണത്തറയിൽ എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധത്തോടു കൂടെയാണ് ഞാൻ അന്ന് ഇവിടെ വന്നത്. അന്ന് പാടുവാനായിട്ട് ആരുമില്ല, ഒന്ന് വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു. അന്ന് ഞങ്ങൾ ചെറിയ ഒരു ടീമായിട്ട് നിന്ന് പാട്ടൊക്കെ പാടി ആരംഭിച്ചു. തുടർന്ന് പതിയെ ആ കീബോർഡിസ്റ്റ് എന്ന ഒരു പദവിയിലേക്ക് ഞാൻ വരികയും പിന്നെ എന്നും കീബോർഡ് വായിച്ച് ഗാനശുശ്രൂഷ നേതൃത്വം നൽകുവാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകി. ആ നാളുകളിലാണ് എൻ്റെ എൻട്രൻസിൻ്റെ പരീക്ഷയുടെ ദിവസങ്ങളൊക്കെ അടുത്തു വരുന്നത്. അപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. എങ്ങനെ മർത്തോമ സഭയിൽ ഒരു പട്ടക്കാരനാകും, എങ്ങനെ എൻട്രൻസ് പാസ്സാകും എന്നൊക്കെ വളരെ ആശങ്ക ഉണ്ടായിരുന്ന ഒരു സമയം. അന്നൊക്കെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സമൂഹമാണ് ഈ പ്രെയർ മീറ്റിങ്ങിലുള്ള സമൂഹം. അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കി, എൻട്രൻസിന് ഒരുക്കി. അതിനുശേഷം ഞാൻ വന്ന് സാക്ഷ്യം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അനേകരുടെ പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതിന് ഇടയായത്. ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ഒരു മഹിമ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം കൊണ്ടോ ഈ ശുശ്രൂഷയ്ക്ക് വന്ന ഒരാളല്ല ഞാൻ. ദൈവത്തിൻ്റെ കരം ഒപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനേകം ആളുകളുടെ പ്രാർത്ഥന, ഞാൻ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് ഇന്ന് കുഞ്ഞുവഞ്ചാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ നിലവിളി കേൾക്കുന്ന ദൈവം ജീവിക്കുന്നുണ്ട്. നിലവിളി ശബ്ദത്തിൻ്റെ മുൻപിൽ അവൻ മറികടക്കുന്ന ദൈവം അല്ല. അതുകൊണ്ട് ആ ദൈവത്തെ തുടർന്നും ആരാധിപ്പാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായ അന്നു മുതൽ രായ്ച്ചാൻ എന്നെ ക്ഷണിക്കുകയാണ് ഒരു ദിവസം വന്ന് സാക്ഷ്യം പറയണമെന്ന്. പക്ഷെ എന്നാൽ ആ സമയത്തൊന്നും വരാനായിട്ട് സാധിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ വരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് സഭയുടെ ക്രമീകരണ പ്രകാരം ഞങ്ങളുടെ ട്രെയിനിങ് ആരംഭിച്ചത്. അങ്ങനെയാണ് അന്ന് ഞാൻ പറഞ്ഞു 16-ാം തീയതി ഞാൻ ഉറപ്പായിട്ടും വരാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ വരുവാനായിട്ട് ഇടയായത്. അപ്പോൾ തുടർന്നും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നും പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടി നാം നമ്മുടെ ആയുസ്സിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നഷ്ടമല്ല. ഞാനിന്ന് പ്രത്യേകിച്ച് ജൂലൈ മാസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം ആണ്. എല്ലാ അർത്ഥത്തിലും ഞാൻ ജനിച്ചത് ജൂലൈ മാസത്തിൽ ആണ്. ജനിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത് ജൂലൈ മാസത്തിലാണ്. വീണ്ടും ജനനം നൽകിയതും ജൂലൈ മാസത്തിലാണ്. ഈ വജ്രവും എടുത്ത് യാത്ര ആരംഭിച്ചത് ജൂലൈ മാസത്തിൽ 17-ാം തീയതി ആണ്. അതുപോലെ തന്നെ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചതും ജൂലൈ മാസത്തിലാണ്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് മരിച്ച് ജീവിച്ചതെന്ന്. അത് എൻ്റെ പിതാവും എൻ്റെ മാതാവും ഇവിടെ ഉണ്ട്. അവരൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അതിൻ്റെ അനുഭവം ദൃക്സാക്ഷികൾ ആണ്. ഞാൻ ജനിച്ച് 4 ദിവസം മാത്രം ആയുസ്സുണ്ടായിരുന്ന സമയത്ത്
ഒരു ചെറിയ പനി വന്ന് റാന്നി മേഴാന്തോട്ടം ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ട് പോയി. അന്ന് ആ കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല. ഡോക്ടേഴ്സ് ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തുവെങ്കിലും അന്ന് കുഞ്ഞ് മരിച്ചു എന്ന് റിപ്പോർട്ട് എഴുതി കൊടുത്തു. എന്നാൽ അടക്കം ചെയ്യാനായിട്ടുള്ള ക്രമീകരണം ചെയ്തപ്പോഴാണ് കൈ വിരലിൽ ചെറിയ ഒരു അനക്കം കണ്ടു. ഉടനെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോയി. അന്ന് ആ യാത്രയിൽ ഇവർ പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ തന്നാൽ നിൻ്റെ വേലയ്ക്കായിട്ട് വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് അന്ന് സമർപ്പിച്ചു. അങ്ങനെയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിൽക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയത്. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ എന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ഞാൻ എന്നും ദൈവത്തെ സ്തുതിക്കും. ദൈവം എന്നും എൻ്റെ ദൈവമാണ്, നല്ലവനാണ് എന്ന് ദാവീദിനോട് ചേർന്ന് എനിക്കും പറയുവാനായിട്ട് സാധിക്കും. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ആണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെ. അവർ എരിഹോവിലെത്തി. പിന്നെ അവർ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായുടെ മകനായ ബർത്തിമായി എന്നൊരു കുരുടൻ, ഒരു ഭിക്ഷക്കാരൻ വഴികെ ഇരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പും വിട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന്, റബ്ബൂ, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളുടെ നിലവിളി ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഞങ്ങളെ മുറ്റുമായി നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് വന്നത് വെറുതെ ആയിപ്പോയി എന്ന് ചിന്തിക്കാൻ ഇടയാകരുതേ. ദൈവമേ, നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഇടയാക്കണമേ. ഇന്ന് വചനം പറയുന്ന അടിയൻ്റെ നാവിനെയും നിൻ്റെ മക്കളുടെ ഹൃദയത്തെയും ഒരുപോലെ നീ ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയയോടെ കേൾക്കുമാറാകണമേ. ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരു ക്ലാസ്സിലാണ് പഠിച്ചത്. അവൻ റാങ്ക് ലഭിച്ചാണ് പാസ്സായത്. ഞാനാണെങ്കിൽ വളരെ കഷ്ടിച്ച് ജയിച്ചും. ഇന്ന് അവൻ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു കമ്പനിയിലെ ജോലിക്കാരൻ ആണ്. എന്നാൽ ഞാനാണ് ആ കമ്പനിയുടെ മുതലാളി. ലോകത്തിലെ കോടീശ്വരന്മാരിൽ ഒരാളും മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ സ്ഥാപകനുമായ ബിൽ ഗേറ്റ്സിൻ്റെ വാക്കുകളാണിത്. പഠനകാലത്ത് മണ്ടനെന്ന് അധ്യാപകർ വിധി എഴുതിയവൻ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട്, അതുപോലെ തൻ്റെ ആത്മസമർപ്പണവും കൊണ്ട് ലോകത്തെ തന്നെ ചലിപ്പിച്ച കമ്പ്യൂട്ടർ യുഗത്തിന് തുടക്കം കുറിക്കുന്നതിന് സഹായകമായ മൈക്രോസോഫ്റ്റ് പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്ത മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചത് ബിൽ ഗേറ്റ്സ് ആണ്. ജീവിതത്തിൽ ആത്മസമർപ്പണവും ഇച്ഛാശക്തിയും ഉണ്ടായിരുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. യേശുവിൻ്റെ യാത്രാമധ്യേ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം. ഇത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗം ആണ്. ഗലീലയിലെ കാനാവിൽ തുടങ്ങി കാൽവറിയിൽ എത്തിച്ചേരുന്ന യേശുവിൻ്റെ യാത്രയുടെ
അവസാന നാളുകളിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് വായിച്ചു കേട്ടതായ ഈ വേദഭാഗം. അവിടെ 46 മുതൽ നാം വായിക്കുമ്പോൾ യേശു കർത്താവ് യെരിഹോവിൽ എത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പേറ്റും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവന് കാഴ്ച നൽകുകയാണ്. യെരുശലേമിൽ നിന്ന് 15 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലമാണ് യെരിഹോ. അന്നത്തെ കാലത്തെ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു ഈ യെരിഹോവ്. കൂറിൻ്റെ ക്രമപ്രകാരം നെറുക്കു വീഴാത്ത പുരോഹിതന്മാർ താമസിച്ചിരുന്ന പട്ടണം കൂടെയായിരുന്നു യെരിഹോവ്. അതുകൊണ്ട് തന്നെ പുരോഹിത പട്ടണം എന്നും ഈ യെരിഹോവ് അറിയപ്പെട്ടിരുന്നു. അപ്പോൾ പെസഹ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി യേശുവിനോടും ശിഷ്യന്മാരോടും ഒപ്പം ധാരാളം പുരുഷാരവും ഈ യാത്രയിൽ ഉണ്ടായിരുന്നു എന്ന് കാണുകയാണ്. ഇത് യേശുവിൻ്റെ ഒരു യാത്രയാണ്. യേശു കർത്താവിൻ്റെ കാൽവറിയിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രാ മധ്യേ യേശുവിനോട് കൂടെ ധാരാളം പുരുഷാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ കാണുകയാണ്. ഈ യാത്രാ മധ്യേ യെരിഹോവിൽ വെച്ച് നടക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ട ഭാഗം. അവിടെ ബർത്തിമായി എന്ന കുരുടനാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രം. വ്യക്തമായ ഐഡൻറ്റിറ്റി ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു കുരുടനാണ് ഈ ബർത്തിമായി. ബർത്തിമായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബർത്തിമായി, തിമായിയുടെ മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു പേര് വെളിപ്പെടുത്താത്ത ഒരു ആളായിട്ടാണ് ഇവിടെ ബർത്തിമായിയെ നമുക്ക് ഈ വേദഭാഗത്ത് കാണുന്നത്. ഈ ബർത്തിമായിയുടെ ജീവിതം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ബർത്തിമായിയെ പോലെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നമ്മൾ ഏവരും. 3 ചെറിയ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ബർത്തിമായി നമുക്ക് നൽകുന്ന പാഠങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, ബർത്തിമായി തീഷ്ണമായ ഉൾക്കാഴ്ച ഉള്ളവൻ ആണ്. ബർത്തിമായി തീഷ്ണമായ ഉൾക്കാഴ്ച ഉള്ളവൻ ആണ്. കാഴ്ചയും ഉൾക്കാഴ്ചയും രണ്ടും 2 വാക്കുകൾ ആണ്. അപ്പോൾ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഒരു വിഷൻ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നു, ഇപ്പോൾ ഞാൻ നോക്കുമ്പം നിങ്ങളെല്ലാവരും കാണുന്നു, ക്യാമറ കാണുന്നു, കൊയറുകാരെ കാണുന്നു, അതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ എന്നെ കാണുന്നു, നിങ്ങളുടെ ചില ആളുകൾ സമയം നോക്കുന്നു, അത് നിങ്ങളുടെ കാഴ്ചയുടെ ഒരു അടയാളം ആണ്. അപ്പോൾ എത്ര മണി, ഇപ്പോൾ 45 മിനിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഒരു 5 മിനിറ്റ് ആയോ 10 മിനിറ്റ് ആയോ ഇങ്ങനെ നോക്കുന്ന, അത് നിങ്ങളുടെ കാഴ്ചയാണ്. അപ്പോൾ കണ്ണുകൾ ഉപയോഗിച്ച് നാം കാണുന്നതാണ് വിഷൻ. അത് കണ്ണുകളിൽ ദൃശ്യമാകുന്ന ചുറ്റുപാടുകളിൽ കാണുന്നതാണ് കാഴ്ച. എന്നാൽ ഈ കാഴ്ചയ്ക്ക് അപ്പുറം ഒരു ഉൾക്കാഴ്ച ഉണ്ട്. കാണുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അവബോധമാണ് ഉൾക്കാഴ്ച, ഇൻസൈറ്റ്സ്. ഇവിടെ ബർത്തിമായി ഒരു യാചകനാണ്, എന്നാലും അവന് തീഷ്ണമായ ഉൾക്കാഴ്ചയുള്ളവനാണ് എന്ന് കാണുകയാണ്. അവന് നമുക്കറിയാം കുരുടനായ ഒരു മനുഷ്യനാണ്. കുരുടനാണെങ്കിലും അവന് കാഴ്ചയുണ്ട് എന്ന് പറയുമ്പോൾ ബാഹ്യമായ കാഴ്ചയല്ല, ആന്തരികമായ ഒരു കാഴ്ച അവനുണ്ട്. അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് അവൻ ദൈവത്തെ കാണാൻ ശ്രമിക്കുകയാണ്.
ഇവിടെ കുറച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യാചകനെങ്കിലും പരിസരബോധം ഉണ്ടായിരുന്നവൻ ആയിരുന്നു ഈ ബർത്തിമായി. അവൻ യാചകനെങ്കിലും പരിസരബോധമുള്ളവനായി ആയിരുന്നു എന്ന് നമുക്ക് കാണുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 36-37 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 36-37. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്താ എന്ന് അവൻ ചോദിച്ചു. നസറേനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഇവിടെ കാണുകയാണ്, പുരുഷാരം കടന്നു പോകുന്നത് കേട്ടപ്പോൾ ഇത് എന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രാനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് പറഞ്ഞു. അപ്പോൾ യേശു കടന്നു പോകുന്നത് അവൻ കണ്ടത് അല്ല, പിന്നെയോ അവൻ കേട്ട് അറിഞ്ഞതാണ്. അപ്പോൾ അവൻ കുരുടനായിരുന്നുവെങ്കിലും ചുറ്റുപാടുകളിൽ നടക്കുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഉൾക്കാഴ്ചയും അത് വ്യക്തമായി ശ്രദ്ധിക്കുന്നതിനുമായിട്ട് നമുക്ക് ഈ ബർത്തിമായിയെ കാണുകയാണ്. ആ യേശു കർത്താവിൻ്റെ ജീവിതവും യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയും അനേകം ആളുകൾക്ക് സൗഖ്യം നൽകിയതും മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതും അങ്ങനെയുള്ള അത്ഭുത പ്രവർത്തനങ്ങളൊക്കെയും കേട്ടറിഞ്ഞവനാണ് ഈ ബർത്തിമായി. അപ്പോൾ ഈ ബർത്തിമായിക്ക് യേശുവിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൻ ഇവിടെ നിലവിളിക്കുന്നത്. അവൻ കുറേ നാളുകളായി അവിടെ യാചകനായി ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനാണ്. അന്നാരും അവനെ ശ്രദ്ധിച്ചില്ല, അന്നാരും അവനെ തിരിച്ചറിഞ്ഞില്ല. എങ്കിലും അവനെ തിരിച്ചറിഞ്ഞ ഒരുവൻ്റെ മുൻപാകെയാണ് അവൻ നിലവിളിക്കുന്നത്. അവനെ തിരിച്ചറിയുന്നവൻ്റെ മുൻപാകെയാണ് അവൻ നിലവിളിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, അനേകം നാളുകളിൽ നാം ഒറ്റയ്ക്ക് ജീവിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോടും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ദുഃഖത്തിലൂടെയും വേദനയിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാം നിലവിളിച്ചത് ദൈവത്തിൻ്റെ മുൻപാകെയാണെങ്കിൽ ആ നിലവിളി ശബ്ദത്തിന് മറുപടി ഉണ്ട്, യാതൊരു സംശയം വേണ്ട. ഇവിടെ യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞവൻ അവിടെ നിലവിളിക്കുകയാണ്. അവനെ തടസ്സം ചെയ്തെങ്കിൽ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അങ്ങനെ അവൻ ഇവിടെ യേശുവിനെ തിരിച്ചറിയുകയാണ്. ആ പ്രദേശത്തുള്ള അത്രയും തിരക്കുള്ള നടുവിലും യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ തിരിച്ചറിയുകയാണ് ഈ ബർത്തിമായി. യേശു മശിഹ ആണെന്ന് അംഗീകരിക്കാതെ അവനെ ക്രൂശിപ്പാൻ യഹൂദവർഗം കരുക്കൾ നീക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ബർത്തിമായുടെ ഈ സംബോധന. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള സംബോധന. അപ്പോൾ ദാവീദ് പുത്രനായ യേശുവിനെ തിരിച്ചറിയേണ്ട ആളുകൾ തിരിച്ചറിയാതെ പോയപ്പോൾ ഇവിടെ കണ്ണ് കാണാത്ത കുരുടനായി ജീവിച്ചിരുന്ന ഒരു ഭിക്ഷ യാചിച്ചിരുന്നവൻ തിരിച്ചറിയുകയാണ്, ഇവൻ ദാവീദ് പുത്രനാണ് എന്ന് തിരിച്ചറിയുകയാണ്. വലിയ പണ്ഡിതരും പുരോഹിതരും അംഗീകരിക്കാത്ത സത്യത്തെ ഒരു ഭിക്ഷക്കാരൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ അറിഞ്ഞവരാണ്. ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ ചേർത്ത് നിർത്തിയ ഒരു ദൈവമുണ്ട്. നാം തളർന്നു പോയപ്പോൾ കൈ താങ്ങായി കൂടെ നിന്ന ഒരു ദൈവമുണ്ട്. വീണുപോയ സ്ഥാനത്ത് കൈ പിടിച്ച് നമ്മെ നടത്തിയ ഒരു ദൈവമുണ്ട്. കാലുകൾ ക്ഷയിച്ചപ്പോൾ, കാല് ക്ഷീണിച്ചപ്പോൾ നമ്മെ കൈ പിടിച്ച് ചേർത്ത് നടത്തിയ ഒരു ദൈവമുണ്ട്. വീഴാതെ താങ്ങി നിർത്തിയ ഒരു ദൈവമുണ്ട്. കണ്ണുനീർ തൂകിയപ്പോൾ മനസ്സലിഞ്ഞവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാമും പരസ്യമായി ഈ ദൈവം എന്നും എൻ്റെ ദൈവമാണെന്നും ഈ ദൈവം എനിക്ക് വലിയവ ചെയ്യുന്ന ദൈവമാണെന്നും ഈ ദൈവം നല്ലവനാണെന്നും സാക്ഷീകരിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ശാന്തമായി ചോദിക്കാം. ഇവിടെ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ബർത്തിമായി തീഷ്ണമായ ഉൾക്കാഴ്ച ഉള്ളവൻ ആണ്. രണ്ടാമത് കാണുന്നത്, ബർത്തിമായി പ്രതിസന്ധിയിൽ തളരാതെ നിന്നവൻ ആണ്. ബർത്തിമായി പ്രതിസന്ധികളിൽ തളരാതെ നിന്നവൻ ആണ്. ഇവിടെ യേശുവിൻ്റെ സാന്നിധ്യം അവൻ അറിഞ്ഞപ്പോൾ സൗഖ്യം ലഭിക്കുക എന്നതാണ് അവൻ്റെ ആവശ്യം. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ ഇവിടെ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്.
നമ്മൾ എന്താണ് ആദ്യം ദൈവത്തോട് ചോദിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു നീണ്ട നിരത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് അത് വേണം, ഇത് വേണം, ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെ ലിസ്റ്റുകൾ കൊടുക്കും. എന്നാൽ ഇവിടെ അവൻ്റെ ആവശ്യം എന്താണെന്ന് കൃത്യമായ ബോധ്യം അവനുണ്ടായിരുന്നു. കൃത്യമായി യേശുവിനോട് പറയുകയാണ്, എനിക്ക് കാഴ്ച വേണം എന്ന് അവൻ പറയുകയാണ്. അവന് സൗഖ്യം ലഭിക്കുക എന്നത് അവൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവൻ നിലവിളിക്കുന്നത്. മിണ്ടാതെ ഇരിപ്പാൻ പലരും അവനെ ശാസിച്ചു, നിരുത്സാഹപ്പെടുത്തി. എങ്കിലും അവൻ തളരുന്നില്ല. ജീവിതയാത്രയിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന ധാരാളം കാര്യങ്ങളൊക്കെയും ഉണ്ട്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവവചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും തടസ്സങ്ങൾ നിൽക്കുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. എന്നാൽ അവിടെയൊക്കെയും പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുവാൻ ഭൃത്യമായി സാധിച്ചതുപോലെ നമുക്കും സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യം ആണ്. നമുക്കറിയാം, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരുടെ ലൈഫ് മുഴുവനും കഷ്ടതകളാണ്. ദൈവത്തെ അറിയാത്തവർക്ക് നിരീശ്വരവാദികളായിട്ട് ജീവിക്കുന്നത് ഒരു പ്രശ്നവുമില്ല. അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ ഓർക്കും, ദൈവം എന്തിനാണ് എനിക്ക് ഇങ്ങനെ കഷ്ടത തന്നത്? ദൈവം എന്നെ കാണുന്നില്ലേ? എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരമില്ലല്ലോ. നമ്മളിങ്ങനെ ദൈവത്തെ കുറ്റം പറയാനായിട്ട് ശ്രമിക്കും. എത്ര വലിയ ഭക്തനാണെങ്കിലും നമ്മൾ ചോദിച്ചിട്ട് മറുപടി നൽകിയില്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുക തന്നെ ചെയ്യും. കൂടെ നിന്ന ശിഷ്യന്മാരിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇവരാരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല, നിന്നോട് കൂടെ നിൽക്കും എന്ന് പറഞ്ഞവനായ പത്രോസ് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവൻ ഗുരുവിനെ തള്ളിപ്പറയുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം പോയില്ലെങ്കിൽ നമ്മളും ഇങ്ങനെ തള്ളിപ്പറയും, ദൈവമേ, ഞാൻ ഇതിനായിരുന്നോ ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയത്? ഇതിനായിരുന്നോ ഞാനിങ്ങനെ കൂട്ടായ്മകളിലും പള്ളി ആരാധനകളിലൊക്കെ പങ്കെടുത്തത്? നീ എന്നെ കണ്ടില്ലയോ എന്ന് നമ്മളും ദൈവത്തോട് ചോദിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ഓർക്കുക, അവനാർക്കും കടക്കാരൻ അല്ല. അവനാർക്കും കടക്കാരൻ അല്ല. ദൈവസന്നിധിയിൽ നാം ചെലവിടുന്നതായിട്ടുള്ള സമയങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ദൈവം കാണുക തന്നെ ചെയ്യും. ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും നമ്മെ തള്ളിപ്പറയാം. നമ്മുടെ ഏറ്റവും ചേർന്ന് നിൽക്കുമെന്ന് നാം കരുതിയ വ്യക്തികൾ പോലും നമ്മെ തള്ളിക്കളയാം. എന്നാൽ ഒരു നാളും നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ദൈവം മുൻപാകെയാണ് നമ്മുടെ ഹൃദയങ്ങളെ നാം പകരുവാനായിട്ട് ഇടയാകേണ്ടത്. നമ്മളെല്ലായിടത്തും പോയി നമുക്ക് ഇന്ന വിഷമങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങ് പറയും. പക്ഷെ എന്നാൽ ഓർക്കുക, ദൈവം മുൻപാകെ നമ്മുടെ വിഷമങ്ങൾ പങ്കിടുമ്പോൾ അതിനൊക്കെയും മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഒന്ന് ഓർക്കുക, നമ്മളൊക്കെ മനോഹരമായ ഭവനങ്ങളിൽ താമസിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെയും അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയൊക്കെ കാലത്ത് അവർ ജീവിച്ചിരുന്ന ഒരു പശ്ചാത്തലം ഓർക്കുന്നുണ്ടോ? അല്ലെ കേട്ടറിയാമോ? ഓലമേഞ്ഞ വീടും ചാണകം മെഴുകിയ തറയിലും ഇരുന്ന് ആരാധിച്ച പൂർവികർ നമുക്ക് മുൻപേ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെയും സമർപ്പണ ജീവിതത്തിൻ്റെയും പ്രാർത്ഥന അനുഭവത്തിൻ്റെയും ഫലമാണ് ഇന്ന് നമ്മളൊക്കെയും അനുഗ്രഹകരമായ രീതിയിൽ ജീവിക്കുന്നത്, മനോഹരമായ ഭവനങ്ങളിൽ ജീവിക്കുന്നത്. ദൈവം നമുക്ക് അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി നമുക്ക് നൽകിയ ഒരു കാര്യം ആണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ തലമുറ അതോർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഇന്ന് നാം ദൈവസന്നിധിയിൽ മനസ്സോടുകൂടെയാണോ വന്നത് എങ്കിൽ നമ്മുടെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. തലമുറയെ കൈവിടാതെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ അനുശോചന പ്രസംഗങ്ങളിലൊക്കെ ഇങ്ങനെ പറയും, മാതാപിതാക്കളുടെ നല്ല പ്രവൃത്തികളെ മാതൃകയാക്കാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറയും. ഒന്ന് ഓർക്കുക, നമ്മളതൊക്കെ എത്ര ലാഘവത്തോടെ പറയുന്ന ഒരു കാര്യമാണ് പല അനുശോചന മീറ്റിങ്ങുകൾ. എന്നാൽ ഓർക്കുക,
മാതൃകയോടെ ജീവിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഒന്ന് തിരിഞ്ഞു നോക്കിയേ, കഴിഞ്ഞ കാലങ്ങളൊക്കെയും ദൈവം എത്ര നന്മകളാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ ഇന്ന് നമ്മളിങ്ങനെ ജീവിക്കുന്നത്? നമ്മുടെ ഈ പ്രദേശത്ത്, റാന്നിയുടെ പ്രദേശത്ത് ജീവിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ ദൈവം നമ്മെ ഈ പ്രദേശത്താക്കിയത്? ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മൾ നിന്നതല്ല, ദൈവം നമുക്ക് നിർത്തിയതാണ്. നമ്മളൊന്നും നേടിയിട്ടില്ല, ദൈവം നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് ദൈവം നടത്തിയ വഴികൾ, ദൈവം നിർത്തിയ വിധങ്ങൾ നാം ഒരിക്കലും മറന്നു പോകുവാനായിട്ട് ഇടയായി തീരരുത്. നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ദൈവിക തേജസ് നഷ്ടമാകാതെ തലമുറകൾക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഇവിടെ ബർത്തിമായി പ്രതിസന്ധികളിൽ തളരാതെ നിന്നവൻ ആണ്. മൂന്നാമത് കാണുന്ന ഒരു പ്രത്യേകത, ബർത്തിമായി അടിപതറാത്ത വിശ്വാസം ഉള്ളവൻ ആണ്. ബർത്തിമായി അടിപതറാത്ത വിശ്വാസം ഉള്ളവൻ. ബർത്തിമായി യേശുവിനെ ആഴത്തിൽ വിശ്വസിച്ചവൻ ആണ്. ഇവിടെ അവന് വിശ്വാസം കണ്ടിട്ടാണ് യേശു അവനോട് പറയുന്നത്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം. അവൻ നിലവിളിച്ചത് യേശുവിൻ്റെ മുൻപിലാണ്. തൻ്റെ പിതാക്കന്മാരെ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടത്തിയ ദൈവത്തിൽ അവൻ വിശ്വസിച്ചു. ഏലിയാവിന് കാക്കയാൽ ആഹാരം എത്തിച്ചു കൊടുത്ത ദൈവത്തിൽ അവൻ വിശ്വസിച്ചു. അവനോട് കരുണ ചെയ്യാൻ ഈ ലോകത്ത് ആരുമില്ലാതിരുന്ന ഒരു സ്ഥാനത്ത് തനിക്ക് നിലവിളിക്കാൻ ഒരു ഇടമുണ്ട് എന്ന് അവൻ വിശ്വസിച്ചു. അത് യേശുവിൻ്റെ അടുത്താണ് എന്ന് അവന് വലിയ ഉറപ്പുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ ആരോടും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള നിലവിളികളുടെ അനുഭവത്തിലൂടെ നാം കടന്നുപോയിട്ടുണ്ട്. ഒരു 3 വർഷം മുൻപ് കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി ഈ ലോകത്തെ കീഴടക്കി. അന്ന് അനേകം ആളുകളുടെ ഭൗതിക ശരീരം പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ സംസ്കരിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഒക്കെയുണ്ട്. ഭർത്താവ് മരണപ്പെട്ട് സംസ്കാരം നടത്തുമ്പോൾ ഭാര്യ വെന്റിലേറ്ററിൽ കിടന്ന സാഹചര്യമുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ ഭർത്താവിനെ കാണാൻ സാധിക്കാത്ത സന്ദർഭങ്ങളൊക്കെയും നമ്മളൊക്കെയും കണ്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. ആ ഭീകരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും ഇന്ന് മനോഹരമായ ഈ ഒരു ലോകത്തിൽ നമുക്കൊക്കെയും ജീവിക്കാൻ സാധിച്ചത് നമ്മുടെ ആരുടെയും മിടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു ദാനം മാത്രം ആണ്. ദൈവം നമ്മെ നടത്തുകയാണ്, ഒരുപാട് നമ്മെ സ്നേഹിക്കുകയാണ്, നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമായിട്ടാണ് യേശു അവനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 34-ാമത്തെ സങ്കീർത്തനം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ്. അവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയെ പ്രശംസിക്കുന്ന എളിയവർ അത് കേട്ട് സന്തോഷിക്കും. അപ്പോൾ ദാവീദ് ഇപ്രകാരം ഞാൻ യഹോവയെ എല്ലാ കാലത്തും എന്ന് വാഴ്ത്തുമെന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം അത്രമാത്രം അവനെ സ്നേഹിച്ച ഒരു ദൈവമാണ്. നമുക്കറിയാം, ശമൂവേൽ പ്രവാചകൻ ഇസ്രായേലിൻ്റെ 2ാമത് രാജാവിനെ അഭിഷേകം ചെയ്യുന്നതിനായിട്ട് ഈ ഇശായിയുടെ ഭവനത്തിൽ വരുന്ന രംഗം നമുക്കറിയാം. അവിടെ വന്ന് 7 മക്കളെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. എന്നാൽ അവരെ ആരെയും സെലക്ട് ചെയ്യാതെ അവിടെ പിന്നെയും ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞ് അവൻ ആടിനെ മേയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവനെ വിളിപ്പീൻ എന്ന് ഇശായിയോട് പറയുകയും അവനെ വിളിക്കുകയും ആ ദാവീദിനെ, ബാലനായ ദാവീദിനെ ഈ ഇസ്രായേലിൻ്റെ രാജാവായി തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. അതുപോലെ തന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായെങ്കിലും അവനെ മടക്കി വരുത്തുവാൻ മാനസാന്തരത്തിലൂടെ ദൈവത്തെങ്കിലേക്ക് വീണ്ടും അടുപ്പിക്കുവാൻ തക്കവണ്ണം
ദൈവം പ്രവർത്തിച്ചു എങ്കിൽ, പ്രിയമുള്ളവരെ, നാം എത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്രമാത്രം കുറവുകൾ നമുക്കുണ്ടെങ്കിലും, പാപത്തിൻ്റെ പടുകുഴിയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും, നമ്മെയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മടങ്ങി വരുവാനാണ് അവൻ പറയുന്നത്. മടങ്ങി വരുന്ന പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. 34 സങ്കീർത്തനം മുന്നോട്ട് വായിക്കുമ്പോൾ 5-ാം വാക്യത്തിൽ കാണുകയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. മുന്നോട്ട് വായിക്കുമ്പോൾ അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞ് തുടർന്ന് മുന്നോട്ട് വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. മുന്നോട്ട് വായിക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ നാം നിലവിളിക്കുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ ഹൃദയം നുറുങ്ങിയ അവസ്ഥയിലും നമുക്ക് പറയാൻ സാധിക്കണം, ഈ യഹോവ എന്നും എൻ്റെ ഇടയൻ ആണ്, ഈ യഹോവ നല്ലവനാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിലെ 2, 3, 4 വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധം നീ മറക്കരുത്. അത് ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു കാര്യങ്ങൾ ആണ്. അപ്പോൾ ഇസ്രായേൽ ജനം 430 വർഷത്തെ അടിമ ജീവിതത്തിൽ നിന്നും അവരെ വിടുവിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ 40 വർഷം അവർ ജീവിച്ച സാഹചര്യങ്ങൾ, അവരുടെ യാത്ര മധ്യേ അവരുടെ ഒന്നിനും കുറവ് വരാതെ ദൈവം അവരെ നടത്തിയ ഒരു വലിയ ദൈവം ആണ്. ഇവിടെ 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ചു നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമി നടത്തിയ വിധം ഒക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മഞ്ഞ കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഓർമ്മ എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ആണ്. നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് പോവുകയാണ്. ചെറിയൊരു രോഗമായി ആശുപത്രി പോകുമ്പോൾ ആദ്യം ഡോക്ടർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പേരെന്താണ്, എന്ത് ചെയ്യുന്നു, എവിടെ നിന്ന് വരുന്നു. ഇത് ഡോക്ടറിന് അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്തിനാ ചോദിക്കുന്നത്? നമ്മുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഓർമ്മ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആണ്. ഓർമ്മ ഇല്ലാത്ത രോഗമുണ്ട്, അൽഷിമേഴ്സ് രോഗികളെ ശുശ്രൂഷിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. ഓർമ്മകൾ ഓടിക്കളിക്കുമ്പൻ അങ്ങനൊരു പാട്ടുണ്ട്. അതുപോലെ ഓർമ്മകൾ ഒരുപാട് പാട്ടുകളുണ്ട്. ഓർമ്മകൾ ഞാൻ പാട്ട് പെട്ടെന്ന് ഓർക്കുന്നില്ല. അതാണ് എൻ്റെ ഓർമ്മയുടെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. അപ്പോൾ ഓർമ്മ എന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അപ്പോൾ ദൈവം നടത്തിയ വഴികളെ നാം ഓർക്കണം. ദൈവം നമുക്ക് ഭക്ഷണം നൽകിയത് നാം മറക്കരുത്. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല എന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 4-ാം ഭാഗത്തിൽ കാണുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മെ നടത്തിയത്.
ഉപജീവന മാർഗമൊന്നും ഇല്ലാതിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിദേശ രാജ്യത്ത് ആദ്യമായി പോയി എങ്ങനെ സംസാരിക്കും, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെയും ദൈവം സഹായിയായി കൂടെ ഉണ്ടായിട്ടില്ലേ? അതുപോലെ തന്നെ മക്കളുടെ ഭാവി ഓർത്ത് ഭാരപ്പെട്ട നിമിഷങ്ങളിൽ ദൈവം സഹായിച്ചിട്ടില്ലേ? ദൈവം സഹായിച്ച വഴികളൊന്നും നാം മറന്നു പോകുവാനായിട്ട് ഇടയായി തീരരുത്. ഇവിടെ ബർത്തിമായി വേദനയോടെ ഭാരത്തോടെ ജീവിച്ചിരുന്നു എങ്കിലും അവൻ വിളിക്കേണ്ടിടത്തിനെ വിളിച്ചു. അവൻ പറയേണ്ടവനോട് തന്നെ അവൻ്റെ വേദന പറഞ്ഞു. അവൻ ആ ശബ്ദം കേട്ട് നിന്ന ഒരു കർത്താവിന് മുൻപാകെയാണ് നാമും ജീവിക്കുന്നത്. നമ്മുടെ നിലവിളികളെ ദൈവസന്നിധിയിൽ നമുക്ക് പങ്കുവയ്ക്കാം. ഇവിടെ നിലവിളി ശബ്ദം കേട്ടപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. അവൻ ഉടനെ തൻ്റെ പുതപ്പെല്ലാം ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ യേശുവിനോട് പോക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ മഹത്വപ്പെടുത്തി യേശുവിനെ അവനെ അനുഗമിച്ചു എന്നാണ് തുടർന്ന് നാം വായിക്കുന്നത്. 3 ചെറിയ ചിന്തകളാണ് ഇന്ന് ഞാൻ പങ്കുവച്ചത്. 1, ബർത്തിമായി തീഷ്ണമായ ഉൾക്കാഴ്ച ഉള്ളവൻ ആണ്. 2, ബർത്തിമായി പ്രതിസന്ധികളിൽ തളരാതെ നിന്നവൻ ആണ്. 3, ബർത്തിമായി അടിപതറാത്ത വിശ്വാസം ഉള്ളവൻ ആണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ നിലവിളി ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിലവിളി ശബ്ദം വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് നിലവിളിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവമുൻപാകെ സമർപ്പിക്കാം. നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവമേ, നീ ഞങ്ങളെ നിർത്തിയതാണ്, നീ ഞങ്ങളെ നടത്തുന്ന ദൈവമാ. ഞങ്ങൾക്കൊരുപാട് കുറവുകളുണ്ട്, ഞങ്ങൾ പാപിയാണ്, ഞങ്ങൾക്കൊരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, ഞാനെന്ന ഭാവം ഞങ്ങൾ വന്നിട്ടുണ്ട്. നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിൻ്റെ മുൻപിൽ നിൽക്കുവാൻ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല കർത്താവേ. ഞങ്ങളെ യോഗ്യതയുള്ളവനാക്കി മാറ്റണമേ. നിൻ്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ശാന്തമായി നമുക്ക് നമ്മോട് തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ എന്നും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ജീവിതത്തിൻ്റെ ഭയപ്പെടുന്ന അനുഭവത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: അവൻ വളർന്ന നസ്രയത്തിൽ വന്ന ശേഷം ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. പ്രിയ റിനോ ഒരച്ഛനായിട്ട്, ഷമാശനായിട്ട് വളർന്ന പട്ടണത്തിൽ, വളർന്ന കൂട്ടായ്മയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ദൂത് ഇന്ന് രാത്രി നമ്മളോട് അറിയിക്കുവാൻ തൊക്കണം. വളരെ സവിസ്തരം നമ്മൾ അനേക പ്രാവശ്യം കേട്ട വചനം വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഇടപെടുവാനായിട്ട് സാധിച്ചല്ലോ. അതിൽ അവസാനമായിട്ട് വായിച്ചു നിർത്തിയ വാക്യം, യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. Let me ask you, my dear brothers and sisters, Jesus is asking each one of sitting here, what is your desire? What is your request? നമ്മൾ എന്തിനാണ് ഇന്ന് കൂട്ടായ്മ വന്നത്? ഡു യു ഹാവ് എ സ്പെസിഫിക് റിക്വസ്റ്റ്? ബർത്തിമായി അവിടെ അനേകം നാളുകളായിട്ട് അവൻ്റെ പ്രായത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഈ എരിഹോ പാതയിൽ ഇരിക്കുക. എന്നാൽ അവൻ കണ്ടുമുട്ടേണ്ടിയവനെ കണ്ടുമുട്ടിയാലുള്ള സ്ഥാനത്ത് ഹി ഹാഡ് എ സ്പെസിഫിക് ആൻസർ. അവൻ ഇത്രയും നാളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആൾക്കാർ പോകുമ്പോൾ അപ്പാ വല്ലതും തരണേ, അമ്മ വല്ലതും തരണേ എന്നാണ് അവൻ പറഞ്ഞത്. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശൈലി മാറി, അവൻ്റെ വാക്ക് മാറി, അവൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മാറി. നീ യേശുവിൻ്റെ അടുത്ത് വന്നേച്ച് ഈ യാചിക്കുന്ന അവസ്ഥയൊന്ന് മാറ്റണം കേട്ടോ. ഡു യു ഹാവ് എ സ്പെസിഫിക് റിക്വസ്റ്റ് ടുഡേ?
നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് രണ്ടാമതായിട്ട് എന്നെ ചിന്തിപ്പിച്ച കാര്യം, അവൻ്റെ ട്രേഡ് എന്തുവാ, അവൻ്റെ ഇൻഡസ്ട്രി എന്തുവാ, അവൻ്റെ ബിസിനസ് എന്തുവാ, ഭിക്ഷ യാചിക്കുക. ഇന്ന് അവന് ഏറ്റവും വരുമാനം കിട്ടുന്നൊരു ദിവസം വലിയൊരു പുരുഷാരം വരിക. ഇന്ന് എല്ലാം മാറ്റിവെച്ച് നമ്മളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ട് ഞായറാഴ്ച പോയി കട തുറക്കാൻ പറ്റുന്ന കൺവെൻഷൻ്റെ അന്ന് കട തുറന്ന ഒത്തിരി പേര് വന്ന് സാധനം വാങ്ങിക്കും, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കിടക്കും. 6-ാം കൺവെൻഷൻ നമുക്കറിയാം, ഒത്തിരി യാചകരാവുന്ന വഴി നീളെ കിടക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു പ്രതീക്ഷയുണ്ട്. ഇന്ന് വലിയ പുരുഷാരം വരുന്നു, ഇന്ന് എൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് വിചാരിച്ച് അവൻ്റെ ട്രേഡിൽ അവന് അത് കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ ലെറ്റ് മീ ടെൽ യു, യേശുവിൻ്റെ യാത്ര യെരിഹോവിലേക്കായിരുന്നില്ല. യേശു യെരുശലേമിലേക്കുള്ള യാത്ര തൻ്റെ മരണത്തിനായിട്ട്, ക്രൂശീകരണത്തിനായിട്ട് യെരുശലേമിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ അതിലായിട്ട് കടന്നുപോയി. യാദൃച്ഛികമായിട്ടല്ല കേട്ടോ. ഈ ബർത്തിമായിയെ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അനാദി നിർണയപ്രകാരം അവനെ കണ്ട ആ കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. ഞാൻ ഓർക്കുകയായിരുന്നു, ബർത്തിമായി വിചാരിക്കുക, ഞാനിപ്പോൾ ഈ ബിസിനസ്സൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് യേശു ഇനിയും വരുമല്ലോ, യേശു അടുത്ത പ്രാവശ്യം വരുമ്പം യേശുവിനെ വിളിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ദിസ് വാസ് ഹിസ് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. വി ആർ ഓൾ ഇൻ എ ജേണി. നമ്മളൊക്കെ ഒരു യാത്രയുടെ നടുവിൽ കൂടെ കടന്നു പോകുക. ദിസ് മേ ബി അവർ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ, അവനെ രക്ഷിതാവായിട്ട് ഏറ്റെടുക്കുവാൻ ദിസ് മേ ബി ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ആർ യു ഗോയിങ് ടു ക്ലിങ് ഓൺ ടു ദാറ്റ്? അതിനെ ഒന്ന് മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഭൃത്യമായിക്ക് അത് അന്ന് ആ അവസരം നഷ്ടപ്പെട്ടെങ്കിൽ എന്നേക്കുമായിട്ട് അവൻ്റെ എത്രമാത്രം അവൻ്റെ ജീവിതത്തിൻ്റെ അത് ലഭിക്കാമായിരുന്ന സന്തോഷത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നഷ്ടപ്പെട്ടേനെ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണോ, 1 2 10 100 ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഇനിയും വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് കടന്നു പോകുക. അതെ, നമ്മൾക്ക് കിട്ടുന്ന ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ലെറ്റ് മീ ടെൽ യു മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അത് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ ലഭിക്കുന്ന ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ദൈവസ്ഥാനത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് യേശുവിൻ്റെ ആ പാദപീഠത്തിലേക്കൊന്ന് കടന്നു ചെന്ന് അവനെ ആ രക്ഷിതാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ തൊക്കണം. അവിടെ പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പറയാം, അത് കാണുന്നു ഞാൻ വിശ്വാസത്താൽ, അല്ലെ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കരയേറ്റാം. എല്ലാവരും അതാ സ്ഥാനത്ത് ദൈവസ്ഥാനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ പാട്ട് പാടുമ്പോൾ കുന്നംകുളം കുഞ്ഞുണ്ണിച്ചാൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഇന്ന് രാത്രി യേശുവേ ദാവീദ് പുത്ര എന്ന് ഒന്ന് തിരിച്ചറിയുവാൻ തൊക്കണം. യേശുവിനെ കാണുമ്പോൾ അവൻ ദാവീദ് പുത്രനാണ്, അവൻ വീണ്ടും വരുന്ന രാജാവാണ്. കുരിശിൽ കിടന്ന കള്ളനെ പോലെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ മാറുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം മാറുന്ന ഒരു ദിവസമായി മാറുവാൻ തൊക്കണം. ഇന്ന് രാത്രി ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് ചേർന്ന് പാടാം. വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ, കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തേനൻ കൂടെയുണ്ട്, സർവശക്തേനൻ കൂടെയുണ്ട്.
വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ തരമില്ല. മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ തരമില്ല. ഒന്നിച്ചു നാം ആർത്തിടുമ്പോൾ, ഒന്നിച്ചു നാം ആർത്തിടുമ്പോൾ വന്മതിൽ വീഴും കാറ്റുവെട്ടിൽ. വന്മതിൽ വീഴും കാറ്റുവെട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.